ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വിവോൻ്റെ X300 Pro എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം വെച്ചിട്ടാണ്. അപ്പം ഈ ഫോൺ എടുത്തിട്ട് ഒരു 6 മാസമായി. 6 മാസത്തിന് ശേഷം എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഫോൺ എടുത്ത് ഒരു മാസമായപ്പോഴേക്കും ഒരു മാസമല്ല 1-2 ആഴ്ച ആയപ്പോഴേക്കും എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞിരുന്നു. അന്നേരം X300 Proനെ കുറിച്ച് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. അപ്പം ആ ഒരു ഇതിൽ എടുത്തതാണ് ഞാൻ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു ചാനലാണ് ഇട്ടത്. അതിൻ്റെ വീഡിയോ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് കാണുന്നതിൽ കാണാം. ഇപ്പം 6 മാസം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ബെസ്റ്റായിട്ട് തോന്നിയതെന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളൊന്നും വരിച്ചു വാരി പറയുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ പറയാനറിയില്ല. ഞാൻ പ്യുവർലി എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് പറയണത്. സ്വാഭാവികമായിട്ട് ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് കിടുക്കം ഫോട്ടോസൊക്കെ എടുക്കാനാണ്. പക്ഷേ അതൊന്നും ഞാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഫോൺ എടുത്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത്രത്തോളം യാത്ര ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. ബട്ട് സ്റ്റിൽ വീഡിയോ എടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോർമലായിട്ട് എങ്കിലും പോകുമ്പോൾ ഫോട്ടോസ് അതൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ഓരോ മാനുവൽ എഫക്റ്റ് ഇട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ക്യാമറ ഈ ഫോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമറയെ കുറിച്ച് കൂടുതൽ അറിയുന്നവരായിരിക്കും എടുക്കുന്നുണ്ടാവും. സോ അവർക്ക് മേ ബി ഈ ഒരു വീഡിയോ എത്രത്തോളം സെറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ആദ്യത്തെ പ്ലസ് പോയിന്റ് ഞാൻ പറയാം. ഒരു പ്ലസ് പോയിന്റ്, അത് നെഗറ്റീവ് പറയണം. ആദ്യം പ്ലസ് പറയാം, എന്നിട്ട് നെഗറ്റീവ് പറയാം. പ്ലസ്, എനിക്കിതിൻ്റെ ബാറ്ററി കിടുക്കം ബാറ്ററി ബാക്കപ്പാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജർ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നറിയാലോ. സോ ഈ ചാർജ് ഇപ്പോൾ നിങ്ങളൊരു 30% ആയി എന്ന് വിചാരിക്കാം. 30% മേ ബി ഒരു 15 മിനിറ്റ് പോലും വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം 80-85% മേലെ വരും. അതിനകത്ത് തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിനകത്ത് തന്നെ ഫ്ലാഷ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. സോ അടിപൊളി സംഭവമാണ്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞത് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോ ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് അത്രത്തോളം വന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം ആണെങ്കിലും നമ്മൾ ഡേ ലൈറ്റിൽ അടിപൊളി വീഡിയോ തന്നെയാണ്. അതൊക്കെ ക്യാമറയ്ക്കൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. കിടുക്കനായിട്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും. നമ്മളിപ്പം ഭയങ്കര ടെക്നിക്കലായിട്ട് എന്താ പറയുക, എഡിറ്റ് ചെയ്ത് മറ്റേ സംഭവം എഡിറ്റ് ചെയ്യാന്നല്ല, നമ്മൾ മറ്റേ ഷട്ടർ സ്പീഡും ആ സംഭവം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയല്ല. അങ്ങനെ എടുക്കുന്നവർക്ക് അതിനേക്കാളും കൂടുതൽ എഫക്ട്സ് കിട്ടും, നല്ല റിപ്പോർട്ട്സ് കിട്ടും, റിസൾട്ട് കിട്ടും. പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ നോർമലായിട്ട് എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഞാൻ കൂടുതൽ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഈ യൂട്യൂബിൽ വരുന്ന പല വീഡിയോസും ഇൻസ്റ്റയിൽ വരുന്ന പല വീഡിയോസും ഇതിൻ്റെ ഫ്രണ്ട് ക്യാം വെച്ച് എടുക്കുന്നതാണ്. കാരണം ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് എന്നെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അല്ലാണ്ട് വേറെ ആൾ നമുക്ക് ക്യാമറമാൻ സെറ്റപ്പ് ഇത് വെച്ച് വെക്കാനും അതെനിക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ക്വാളിറ്റി ഫ്രണ്ട് ക്യാമിൻ്റെയാണ്. എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. പിന്നെ ഇപ്പം എല്ലാ ഫോണിനും ചിപ്പുകൾക്കൊക്കെ വില കൂടിയെന്ന് നമ്മളറിയാമല്ലോ. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും അൾട്രയ്ക്ക് മാറണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇതിനനുസരിച്ചിരിക്കും. ഇനി ഇതിന് നെഗറ്റീവിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു പ്രശ്നം എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. മാക്രോ ലെൻസ് ഇവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫോക്കസ് ഇഷ്യൂ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്ന ഒരു ഇഷ്യൂ, ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ലോങ് വീഡിയോസ് പുറത്തൊക്കെ പോയിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ പൂരത്തിൻ്റെയും വേറെയുടെയൊക്കെ നമ്മൾ പൂമ്പാ സമയത്തൊക്കെ യൂസ് ചെയ്തായിരുന്നേ. സോ ആ സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് ക്ലിപ്പായിട്ട് നമ്മൾ കുറേ നേരം ക്യാമറ ഓൺ ചെയ്യും. സോ അന്നേരം ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം നിൽക്കൊന്നുമില്ല, പക്ഷേ ആ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോക്കസിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ മാക്രോ ലെൻസിനൊക്കെ എനിക്ക് ആ ഒരു ഫോക്കസ് ഇഷ്യൂസ് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് എടുക്കാൻ അറിയാത്തതാണ്. പക്ഷേ കുറേ വീഡിയോസ് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നിട്ട് ആ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് കണ്ടിരുന്നു. സോ അത് ഇതിനകത്തുണ്ട്. വിച്ച് ഡസിൻ മീൻ ഫോട്ടോസൊന്നും കൊള്ളില്ല എന്നല്ല. നമ്മൾ അത്രത്തോളം പേഷ്യൻറ്റോടുകൂടി കറക്റ്റ് പേഷ്യൻസായിട്ട് ക്ഷമയോടുകൂടി കറക്റ്റ് ഫോക്കസൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ മേ ബി എനിക്കറിയില്ല അത് അത്രത്തോളം വരുന്നത്. പക്ഷേ എൻ്റെ ഫോൺ മേ ബി എൻ്റെ ബിൽഡിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറില്ലേ, ആ നോട്ടിഫിക്കേഷൻ ബാർ താഴത്തേക്ക് വരില്ലായിരുന്നു. എനിക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എന്തെങ്കിലും നമ്മൾ ഫ്ലൈറ്റ് മോഡിലാണെങ്കിലോ വൈഫൈ ആണെങ്കിലോ ആ സാധനം വരില്ലായിരുന്നു. പിന്നെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനെ വീണ്ടും സെറ്റായി കഴിഞ്ഞു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടിപ്പം ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ആ അപ്ഡേറ്റിനകത്ത് അവർ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞു. അതിനുശേഷം ആ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. പക്ഷേ ഞാനത് ഏകദേശം 2 ആഴ്ചത്തോളം ആ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തേണ്ടി വന്നിരുന്നു. പിന്നെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ക്വാളിറ്റിയിലാണ് കേൾക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പം വേറെ മൈക്ക് ബൂസ്റ്റ് ചെയ്യേണ്ട കാരണം നോർമൽ ഇതിലാണ് പറയണത്. ഇത് ഒരു മൈക്കും ഇല്ല, നോർമൽ ഫോണിൻ്റെ മൈക്ക് വെച്ചാണ് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ വീഡിയോസും ഞാൻ ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ചെയ്തപ്പം ഭയങ്കരമായിട്ട് ഒരു വൃത്തികെട്ട സൗണ്ട്, ഒരു സൗണ്ടിന് ക്യാമറയല്ല സ്പീക്കറിന് എന്തോ പ്രശ്നമാണ് തോന്നുന്നു, മൈക്രോഫോണിൻ്റെ പ്രശ്നമാണ് തോന്നുന്നു. എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിരുന്നു. കാരണം നമ്മൾ വേറെ എവിടെയോ പോയി സംസാരിക്കുന്നത്, എക്കോ അല്ല ഒട്ടും, പണ്ടത്തെ ചൈന ഫോണൊക്കെ അല്ലേ, സോ ആ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്ന പോലത്തെ എന്തോ പ്രശ്നം വന്നിരുന്നു. അത് റീസെൻ്റ്ലി വന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇതേ ജേഴ്സി ഇട്ടിട്ട് മെസ്സിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വന്നതാണ്. അർജൻറ്റീനയെക്കുറിച്ചൊക്കെ ഫുട്ബോളിനെ കുറിച്ച് ചെയ്യുമ്പോൾ. സോ എനിക്ക് കുറേ ടേക്ക് എടുത്തിട്ട് പിന്നെയാണ് ഓഡിയോ കേൾക്കുന്നത്. ഓഡിയോ കേൾക്കുമ്പോൾ ഒരു ഇതും ചെയ്യാണ്ട് തന്നെ ഭയങ്കര മോശം എന്തോ ആകെ. ഞാൻ പിന്നെ കുറേ നോക്കി, കുറേ ട്രൈ എടുത്തിട്ടും എനിക്ക് വന്നില്ല. അവസാനം വീണ്ടും സ്വാഭാവികമായിട്ട് റീസ്റ്റാർട്ട് ചെയ്തു, റീബൂട്ട് ചെയ്തു.
റീസെറ്റ് ചെയ്യല്ല, റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്ലാഷ് ആദ്യം ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് പിന്നെ റീബൂട്ട് ചെയ്തപ്പോൾ സംഭവം കുറച്ച് സെറ്റായി, വീണ്ടും പഴയ പോലെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പ്രശ്നമില്ല, ആ ഒരു വീഡിയോയിൽ അങ്ങനെ പ്രശ്നം വന്നു, ആ ഒരു വീഡിയോയിൽ നമുക്ക് അത് അറിയാണ്ട് പോയിട്ട് നല്ല അടിപൊളി ക്ലിപ്പൊക്കെ എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ വോയിസൊക്കെ പക്ക കൂതറായി പോയേനെ. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ബേസിക് റിവ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് റിവ്യൂസ് എനിക്ക് സോഫ്റ്റ്വെയർ ഇഷ്യൂ എനിക്ക് ചില സമയത്ത് മാത്രം ഹാങ് എന്ന് പറയാൻ പറ്റില്ല. എനിക്കിപ്പോഴും നല്ല GB ഒക്കെ സ്പേസ് ഉണ്ട്. ഹാങ് എന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ എവിടേക്കൊക്കെ ഒരു പോരായ്മകൾ ഇടയ്ക്കൊക്കെ, അല്ലെങ്കിൽ എപ്പോഴും ഇല്ലേനും, അതാണ് പ്രശ്നം. മേ ബി എന്തെങ്കിലും ഒരു ഗ്ലിച്ച് വരില്ലേ നമ്മൾ, അതുപോലെ എന്തോ ഗ്ലിച്ചിൻ്റെ സംഭവം തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കൂടി വന്നിരുന്നു. ബട്ട് അത് 1-2 വട്ടേ വന്നുള്ളൂ. ഞാൻ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, അത് ഇപ്പോഴും ഉള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് ആവാനും പറ്റും. സോ ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ ഓട്ടോ ഫോക്കസിൻ്റെ ഇഷ്യൂ അതെനിക്കുണ്ട്. മാക്രോ ലെൻസിൽ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് വരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇഷ്യൂവും ഈ സ്പീക്കറിൻ്റെ ഇഷ്യൂവും എനിക്ക് വന്നിരുന്നു. സോ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ പക്കാ ട്രേഡിങ് ഫോട്ടോഗ്രാഫി ഫോക്കസ് ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മേ ബി ഇത് കുറേ കടകളിൽ അവൈലബിൾ ആണ്. മേ ബി ഫ്രഷ് പീസ് ബോക്സ് പൊട്ടിച്ച സാധനങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നത്. പക്ഷേ പൊതുവേ ഇപ്പോൾ സകല ഫോണിനും വില കൂടിയിരിക്കുകയാണ്, ചിപ്പ് സെറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ ഒരു ബേസിക് ഫോണിന് വരെ 10,000-12,000 രൂപയുടെ മേലേക്ക് പോകണം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് എനിക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല. എസ്പെഷ്യലി അറ്റ് ദ മൂമെൻറ്റ്, ബിക്കോസ് ഭയങ്കര പൈസ കൂടുതലാണ് സമയം. അത് മേ ബി അത് വെച്ച് നിങ്ങൾക്ക് ഓട്ടാൻ പറ്റുന്നത്ര ഓട്ടാം. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ റിവ്യൂസുകൾ ഇനി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം, ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. വേറെ വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ.